എല്ലാവർക്കും നമസ്കാരം. യഥാർത്ഥ ഭക്തിയും അത്യാഗ്രഹവും ഇവർ തമ്മിൽ എവിടെയാണ് ആ ഒരു വ്യത്യാസം വരുന്നത്? ഈയൊരു ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു പഴയ കഥയിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പോ നമ്മുടെ കഥ തുടങ്ങുന്നത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിൽ നിന്നാണ്. പണം കൊടുത്താൽ ഭക്തി വാങ്ങാൻ പറ്റുമോ? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ഈ ഒരു ചോദ്യമാണ് ശരിക്കും പറഞ്ഞാൽ ഈ കഥയുടെ എല്ലാം കാതൽ. ശരി, അപ്പോൾ യഥാർത്ഥ ആത്മീയതയുടെ ഒരു ബെഞ്ച്മാർക്ക് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്കാദ്യം പരീക്ഷിത് രാജാവിന്റെ കഥയൊന്ന് നോക്കാം. അപ്പോ നമ്മുടെ ഈ കഥയിലെ മാതൃക എന്ന് പറയുന്നത് പരീക്ഷിത് രാജാവാണ്. അദ്ദേഹം മരണം തൊട്ടുമുന്നിലെത്തി എന്ന് മനസ്സിലാക്കിയപ്പോ ശുകദേവ മഹർഷിയിൽ നിന്ന് ഭാഗവതം കേട്ടു. അതിന്റെ ഫലമായിട്ടോ അദ്ദേഹത്തിന് പുനർജന്മത്തിൽ നിന്നും മോക്ഷം ലഭിച്ചു. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, അല്ലേ? പുണ്യഗ്രന്ഥങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുന്നത് മുക്തിയിലേക്കുള്ള ഒരു വഴിയാണ്. ഇനി ഇതേ കഥ കേട്ടിട്ട് ഇതേപോലൊരു ഫലം തനിക്കും വേണമെന്നാഗ്രഹിച്ച മറ്റൊരാളുണ്ട്. നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. പരീക്ഷത്തിന്റെ കഥ കേട്ടപ്പോൾ ഒരു ധനികന് വലിയൊരാഗ്രഹം, തനിക്കും ഭാഗവതം കേട്ട് മോക്ഷം നേടണം. ഈ ഒരു ആഗ്രഹവുമായിട്ട് അദ്ദേഹം നേരെ ഒരു പുരോഹിതന്റെ അടുത്തേക്ക് ചെന്നു. അപ്പോ കഥയുടെ അവസാനം എന്തായി എന്ന് അറിയുന്നതിനു മുമ്പ് നമുക്ക് ഈ രണ്ട് സാഹചര്യങ്ങളൊന്ന് താരതമ്യം ചെയ്യാം. നോക്കൂ, ഒരു വശത്ത് പരീക്ഷിത് രാജാവും ശുകദേവ മഹർഷിയും, മറുവശത്തോ നമ്മുടെ ഈ ധനികനും പിന്നെ അത്യാഗ്രഹിയായ ആ പുരോഹിതനും. പക്ഷേ ആ പുരോഹിതൻ ഒരു സൂത്രപ്പണി ഒപ്പിച്ചു. അയാള് പറഞ്ഞു, ഇത് കലിയുഗാണ്, പുണ്യമൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഒരു തവണ ഭാഗവതം കേട്ടതുകൊണ്ടൊന്നും കാര്യമില്ല, ചുരുങ്ങിയത് 4 തവണയെങ്കിലും കേൾക്കണം. ശരിക്കുള്ള ഉദ്ദേശം എന്തായിരുന്നറിയാമോ? 4 ഇരട്ടി ദക്ഷിണ പോക്കറ്റിലാക്കുക, അത്ര തന്നെ. അങ്ങനെ ആ ധനികൻ പുരോഹിതൻ പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി അനുസരിച്ചു. പക്ഷേ ഫലം മാത്രം അദ്ദേഹം വിചാരിച്ച പോലെയൊന്നും ആയിരുന്നില്ല. അപ്പോ ആ പാവം ധനികൻ തന്റെ ഭാഗം വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തു. 4 തവണയും ഒരു മുടക്കവും വരുത്താതെ ഭാഗവതം കേട്ടു. ഓരോ തവണ കഴിഞ്ഞപ്പോഴും പുരോഹിതന് വേണ്ടോളം ദക്ഷിണ കൊടുക്കുകയും ചെയ്തു. എന്നിട്ടെന്തായി? ഇത്രയധികം പണം, സമയം എല്ലാം ചിലവഴിച്ചു. പക്ഷെ ആ മനുഷ്യന് ഒരു തരി പോലും മനസ്സമാധാനം കിട്ടിയില്ല, ഒരു ആത്മീയമായ ഉണർവും ഉണ്ടായില്ല. എല്ലാം വെറുതെയായ പോലെ. അവസാനം ആകെ നിരാശനായി തനിക്കെന്താണ് പറ്റിയതെന്നറിയാതെ ആ ധനികൻ ശരിയായ ജ്ഞാനമുള്ള ഒരു സന്യാസിയെ പോയി കാണാൻ തീരുമാനിച്ചു. ഇനി നമ്മൾ കഥയുടെ ഒരു ടേണിംഗ് പോയിന്റിലേക്കാണ് പോകുന്നത്. ഇവിടെ വെച്ചാണ് ആ സന്യാസി ഈ 2 സാഹചര്യങ്ങളും തമ്മിലുള്ള ആ വലിയ വ്യത്യാസം എന്താണെന്ന് വെളിപ്പെടുത്തുന്നത്. ആ ധനികൻ സന്യാസിയോട് തന്റെ സംശയം അതുപോലെ തന്നെ ചോദിച്ചു. സ്വാമി, പരീക്ഷിത് രാജാവിന് ഒരൊറ്റ തവണ ഭാഗവതം കേട്ടപ്പോൾ തന്നെ മോക്ഷം കിട്ടി. ഞാൻ 4 തവണ കേട്ടു, എന്നിട്ട് എനിക്കെന്താ ഒന്നും കിട്ടാഞ്ഞത്? ശരിക്കും ഇതാണ് ഈ കഥയുടെ ഏറ്റവും വലിയ ചോദ്യം. ഒരേ പ്രവൃത്തി, പക്ഷെ 2 പേർക്ക് 2 ഫലം. അതെന്തുകൊണ്ടാണ്? അപ്പോ സന്യാസി കൊടുത്ത മറുപടിയാണ് ഈ കഥയുടെ എല്ലാം സാരം. അദ്ദേഹം വളരെ ലളിതമായിട്ട് കാര്യങ്ങൾ വിശദീകരിച്ചു. ഓരോരുത്തരുടെയും പ്രവൃത്തിക്ക് പിന്നിലെ ശരിക്കുള്ള ഉദ്ദേശം എന്തായിരുന്നു എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞുകൊടുത്തു. ആദ്യം നമുക്ക് പരീക്ഷത്തിന്റെ കാര്യം നോക്കാം. അദ്ദേഹത്തിന് അറിയാമായിരുന്നു തന്റെ മരണം ഉറപ്പാണെന്ന്. അതുകൊണ്ടുതന്നെ ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും അദ്ദേഹം മനസ്സിനെ പൂർണ്ണമായിട്ട് മാറ്റിയിരുന്നു. ഒരു വിരക്തിഭാവത്തോടെ, പൂർണ്ണമായ സമർപ്പണത്തോടെയാണ് അദ്ദേഹം ഭാഗവതം കേട്ടത്. ഇനി കഥ പറഞ്ഞ ശുകദേവ മഹർഷിയുടെ കാര്യമോ? അദ്ദേഹത്തിന് യാതൊരുവിധ സ്വാർത്ഥതയും ഉണ്ടായിരുന്നില്ല. ഇനി മറ്റേ ഭാഗത്തേക്ക് വരാം, അതായത് ധനികന്റെ കാര്യം. അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തായിരുന്നു? മോക്ഷമെന്ന ഫലം കിട്ടണം എന്നുള്ളൊരു അത്യാഗ്രഹമായിരുന്നു, അല്ലേ? ഇനി പുരോഹിതന്റെ കാര്യമോ? അദ്ദേഹത്തിന്റെ മനസ്സിൽ പണത്തോടുള്ള ആർത്തിയും. അപ്പോ ഇവിടെ എന്താ സംഭവിച്ചത്? കഥ പറയുന്ന ആളും കേൾക്കുന്ന ആളും 2 പേരുടെയും മനസ്സിൽ അത്യാഗ്രഹമായിരുന്നു. അപ്പോ ഇതിൽ നിന്നാണ് ഈ കഥയുടെ ഏറ്റവും വലിയ, ഏറ്റവും ശക്തമായ ഗുണപാഠം നമുക്ക് കിട്ടുന്നത്. അപ്പോ ഇതാണ് ആ സത്യം. അത്യാഗ്രഹം എന്ന് പറയുന്ന ഒരൊറ്റ വിഷം മതി നമ്മൾ ചെയ്യുന്ന പുണ്യകർമ്മത്തിന്റെ ഫലം മുഴുവനായിട്ട് ഇല്ലാതാക്കാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രവൃത്തിയുടെ മൂല്യം ഇരിക്കുന്നത് അത് ചെയ്യുന്ന രീതിയിലല്ല, മറിച്ച് അതിനു പിന്നിലെ ഭാവത്തിലാണ്, ആ ഉദ്ദേശശുദ്ധിയിലാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിന് പിന്നിൽ നമ്മുടെ യഥാർത്ഥ ഭാവം എന്താണെന്ന് ഇടയ്ക്കെങ്കിലും ഒന്ന് സ്വയം ചോദിക്കുന്നത് വളരെ നല്ലതാണ്. ഈ ഒരു അറിവ് നമുക്ക് നൽകുന്ന ഈ കഥയുടെ ഉറവിടം ഗായത്രി പരിവാർ പ്രസിദ്ധീകരിച്ച സചിത്ര ബാലകഥായൻ എന്ന പുസ്തകമാണ്. ഇന്നത്തെ ഈ കഥ കേൾക്കാൻ സമയം കണ്ടെത്തിയ നിങ്ങൾക്ക് എന്റെ നന്ദി.